ആലത്തൂരിലെ പ്രമുഖരായ വിവിധ സംഘടനാ അധ്യക്ഷന്മാർ, വിവിധ ക്ലബ്ബുകളുടെ അധികാരികൾ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, കലാ സാംസ്കാരിക മതരംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രശസ്തരും പ്രഗത്ഭരുമായ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യമാണ് ഞാൻ പറഞ്ഞ വിശിഷ്ടമായ സദസ്സാണ് എന്നതിന് ന്യായീകരണം. ഞാൻ സ്വാഗതത്തിന് മുമ്പ് നിങ്ങളുടെ ശ്രദ്ധ ഒരു കാര്യത്തിലേക്ക് ക്ഷണിക്കുന്നു. കേരളത്തിലെ തലസ്ഥാന നഗരി തിരുവനന്തപുരത്ത് പാളയം പള്ളി, കേരളത്തിൽ അറിയപ്പെട്ട ഒരു പള്ളിയിൽ അതിൻ്റെ മേധാവി എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയാണ് അദ്ദേഹം, ഡോക്ടർ ഷുഐബ് മൗലവി. കഴിഞ്ഞ ആഴ്ച തൻ്റെ വെള്ളിയാഴ്ച പ്രഭാഷണത്തിൽ ഒരു കാര്യം പറയുകയുണ്ടായി. തിരുവനന്തപുരം ജില്ലയിൽ 2 ദിവസം കഴിഞ്ഞ് പൊങ്കാല നടക്കുന്ന ഒരു സന്ദർഭമാണത്. അദ്ദേഹം പറഞ്ഞു, ഇസ്ലാം മതവിശ്വാസികൾക്ക് നോമ്പാണ്. അതേസമയത്ത് നമ്മുടെ സഹോദര സമുദായത്തിലെ സ്ത്രീകൾ നിങ്ങളുടെ അതിഥികളായി ഈ നാട്ടിലേക്ക് എത്തുന്നുണ്ട്. അവരുടെ ആരാധനയുടെ ഭാഗമായി പൊങ്കാലയിടുന്നതിൻ്റെ ഒരു സന്ദർഭമാണിത്. നിങ്ങൾക്ക് നോമ്പാണെങ്കിലും അവരെ നിങ്ങൾ സ്വീകരിക്കണം. അവർക്ക് നിങ്ങൾ ഭക്ഷണവും വെള്ളവും കൊടുക്കണം. നിങ്ങളുടെ വീടകങ്ങളും ഈ പരിസരത്തുള്ള ആരാധനാലയങ്ങളും അവർക്ക് വേണ്ടി നിങ്ങൾ തുറന്നു കൊടുക്കണം, സൗകര്യം ചെയ്തു കൊടുക്കണം. അതൊരു വലിയ കാര്യമൊന്നും ആയിരുന്നില്ല കേരളത്തിൽ ഇതുവരെ. അങ്ങനെ പറയേണ്ടുന്ന ആവശ്യമില്ലായിരുന്നു കേരളത്തിൽ. പക്ഷേ അങ്ങനെ പറയേണ്ടി വരുന്ന സന്ദർഭങ്ങൾ കൂടിക്കൂടി വരുന്നുവോ എന്ന ആശങ്കയാണ് ഈ ഒരു ആഹ്വാനം നടത്തേണ്ടി വന്നത്. ആ ആഹ്വാനത്തിന് കേരളത്തിലും കേരളത്തിന് പുറത്തും മലയാളികളുടെ അടുത്തുമൊക്കെ ശക്തമായ ചർച്ചയായി മാറി. കേരളത്തിൽ സാമുദായിക അനുരഞ്ജനമുള്ള, മതസൗഹാർദ്ദത്തിന് കേളികേട്ട, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് പതിയെ പതിയെ അതിന് വിഘാതം വരുന്ന, സാഹോദര്യത്തിന് ഊനം തട്ടുന്ന, സുഹൃത്ത് ബന്ധത്തിൽ മതത്തിൻ്റെ അതിർവരമ്പുകൾ വച്ച് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സന്ദർഭവും സവിശേഷമായി വരുന്നു എന്നതാണ് ആ പ്രഭാഷണത്തെ, അങ്ങനെ ഒരു ആഹ്വാനത്തെ അർത്ഥവത്താക്കിയത്. ഞാൻ ആ ഒരു സന്ദർഭം വെച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ റമദാൻ സൗഹൃദ സംഗമത്തെയും നോമ്പുതുറയിലേക്കും എത്തിയ ആളുകളെ ഞാൻ സവിശേഷമായി സ്വാഗതം ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾ അറിയും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, ആലത്തൂർ സൗഹൃദവേദി എന്നത് കേവലം 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞാണ്. 10, 30, 40, 50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള വ്യാപാരി വ്യവസായ രംഗത്ത്, അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്ത്, കലാരംഗത്ത്, സ്പോർട്സ് രംഗത്ത്, മതരംഗത്ത് പ്രവർത്തിക്കുന്ന വളരെ പാരമ്പര്യമുള്ള ഒരു നാട്ടിൽ 1.5 വയസ്സ് മാത്രമായ ഒരു കുട്ടി നമ്മെ ഈ രൂപത്തിൽ വിളിച്ചു വരുത്തി നമുക്ക് ഈ പ്രദേശത്തിൻ്റെ നന്മയെ കാക്കണം, അതിന് ഊനം തട്ടുന്നതോ അതിന് പ്രയാസമുണ്ടാക്കുന്നതോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ ജാഗ്രവത്താകണം, സൗഹൃദത്തിന് ഗ്ലാനി സംഭവിക്കാതിരിക്കണം. നമ്മുടെ അച്ഛന്മാരും അച്ചച്ചന്മാരുമൊക്കെ കേരളത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുത്ത ഒരു സൗഹൃദമായ അന്തരീക്ഷമുണ്ട്. ആ അന്തരീക്ഷത്തിന് വിഷമയമാകരുത് അന്തരീക്ഷം. അങ്ങനെ ഒന്ന് ആകുന്നുവോ എന്ന ആധിയാണ് ഞാൻ ഈ വർത്തമാനത്തിൽ സൂചിപ്പിക്കുന്നത്. അങ്ങനെയൊന്നില്ല എന്ന അഭിപ്രായമുള്ള ആളുകളുണ്ടാകാം. പക്ഷേ കേരളം പതിയെ പതിയെ അങ്ങ് ഉത്തരേന്ത്യ പോലെ ആയിട്ടില്ലെങ്കിലും അതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി എന്നതാണ് ആലത്തൂർ സൗഹൃദവേദിയെ സംഗതമാക്കുന്നത്. ഞാൻ പറയുന്നത് വളരെ കൃത്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാകും. 2024 ഓഗസ്റ്റ് 15 ഇതേ ഹാളിൽ രൂപീകൃതമായ, അതിന് തൊട്ടു മുമ്പ്
പാലക്കാട് സൗഹൃദവേദി എന്ന 25 വർഷത്തെ ഒരു പ്രവർത്തന പാരമ്പര്യമുള്ള സംഘടനയെ മാതൃകയാക്കി അവരുടെ മേൽനോട്ടത്തിൽ അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് സൗഹൃദമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ രൂപീകരിച്ച ഒരു വേദി. പാലക്കാട് സിറാജുന്നൂസയെ വർഗീയമായി കലാപമുണ്ടാക്കി കൊന്ന ശേഷം ഉണ്ടായ സംഘടനയാണ് പാലക്കാട് സൗഹൃദവേദി. ആ സൗഹൃദവേദി വന്നതിന് ശേഷം അത്തരം ശ്രമങ്ങൾ നടക്കുന്ന ഭാഗങ്ങളിൽ ഡോക്ടർ മഹാദേവൻ പിള്ളയുടെ നേതൃത്വത്തിലാണ് ഇത്രകാലവും അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ജാതി മത വർഗ വംശ വ്യത്യാസമില്ലാതെ എല്ലാവരും അണിചേർന്ന് ഒന്നിച്ച് 25 വർഷം 1/4 നൂറ്റാണ്ട് പ്രവർത്തിച്ചു എന്നതാണ് ആലത്തൂരിലും അങ്ങനെ ഒരു വേദിക്ക് രൂപം നൽകാൻ പ്രചോദനമായത്. നമ്മളുടെ ആദരണീയനായ റിട്ടയേർഡ് DD അദ്ദേഹമാണ്, രവികുമാർ സാറാണ് ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒട്ടധികം പ്രവർത്തനങ്ങൾ ഈ 1.5 വർഷം കൊണ്ട് നടത്താൻ കഴിഞ്ഞു എന്നത് അഭിമാനത്തോടെ അഹങ്കാരലേശമന്യേ പറയാൻ ഞാൻ സന്തോഷമുണ്ട്. ആദ്യമായി 2025 ഡിസംബർ 10 ആലിയ മഹലിൽ 500-ലധികം ആളുകളെ വിളിച്ചു വരുത്തി ഒരു അതിഗംഭീരമായ പ്രഖ്യാപന ഉദ്ഘാടന സമ്മേളനം നടന്നു. 24 ഓഗസ്റ്റിൽ തുടങ്ങിയത് 24 ഡിസംബർ 10. അതെ, ആ ഡിസംബർ 10 നടന്ന പരിപാടിയിൽ കേരളത്തിലെ അറിയപ്പെട്ട മതരംഗത്ത് പ്രവർത്തിക്കുന്ന 3 വിശിഷ്ട വ്യക്തികളെ ഞങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഒന്ന് സ്വാമി ആത്മദാസ് ME ധർമ്മപക്ഷ, പാടും പാതിരി എന്നറിയപ്പെടുന്ന ക്രൈസ്തവ മേലധ്യക്ഷൻ, അലിയാർ ഖാസിമി എന്ന് പറയുന്ന മുസ്ലിം പണ്ഡിത പ്രമുഖൻ. ഈ 3 ആളുകളെയും വിളിച്ചു വരുത്തി ഒരു സൗഹൃദ അന്തരീക്ഷത്തിൽ വളരെ ഭംഗിയായി ആലത്തൂരിൻ്റെ വൈവിധ്യം നിറഞ്ഞ ആളുകളുടെ സംഘാതം നടത്തി സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചിരുന്ന് ആസ്വദിച്ച അതിഗംഭീരമായ പരിപാടിയായിരുന്നു എന്ന് ഞാൻ പറയാതെ തന്നെ അതിൽ പങ്കെടുത്ത ആളുകൾക്ക്, അതിനെ കേട്ട ആളുകൾക്ക്, കണ്ട ആളുകൾക്ക് ഓർമ്മയുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുന്ന് തുടങ്ങിയ ആ സബര്യ വിദ്യാർത്ഥികളിൽ ഇത്തരം വർഗീയമായ വംശീയമായ വേർതിരിവിൻ്റെ ചിന്തയുണ്ടാകരുത് എന്നതുകൊണ്ട് അവരെ ഞങ്ങൾ കൂട്ടിപ്പിടിക്കാൻ, അവരെ ഒപ്പം നിർത്താൻ ശ്രമം നടത്തുകയുണ്ടായി. അവരിൽ ആലത്തൂരിലെ ഈ പ്രമുഖമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികളെ ആദരിച്ചുകൊണ്ട് അവർക്ക് ഞങ്ങൾ ഈ ഒടുവിൽ കഴിഞ്ഞ 2 മാസം മുമ്പ്, കഴിഞ്ഞ മാസം ജനുവരി 26 റിപ്പബ്ലിക് ഡേൻ്റെ അന്ന് അവരെ വിളിച്ചു വരുത്തി ഒരു ക്രൈസ്തവ സൗഹൃദ സംഗമവും അതുപോലെ തന്നെ അതിനുശേഷം ഒരു വളരെ പ്രശസ്തമായ രൂപത്തിൽ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തുകയുണ്ടായി. വളരെ ശ്രദ്ധേയമായ ഒരു കൂട്ടായ്മയായിരുന്നു അന്ന് നടന്നത്. കുട്ടികളെ കൂടെ നന്മയുടെ ഭാഗവാക്കാകണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 2024 തന്നെ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിക്ക് നമ്മളൊരു കൂട്ടായ്മ ആലത്തൂർ ടൗണിൽ ഒരു വൃത്തിയാക്കുന്ന ഒരു പരിപാടി, അങ്ങനെ ഒരു യജ്ഞം നടത്തുകയുണ്ടായി. അതിൽ വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ സ്കൗട്ടിൻ്റെയും മറ്റുകളുടെയും അവരുടെ സാന്നിധ്യമുണ്ടായിരുന്നത് വളരെ സന്തോഷകരമാണ്. തീർച്ചയായും അങ്ങനെ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം, അതുപോലെ തന്നെ കുട്ടികളിൽ നന്മയുണ്ടാക്കാവുന്ന പ്രവർത്തനങ്ങൾക്കുള്ള ഏതോ അർത്ഥത്തിലുള്ള ശ്രമങ്ങൾ 1.5 വർഷം കൊണ്ട് ഒരു 10ഓളം പരിപാടികൾ ശ്രദ്ധേയമായി നടത്തുകയുണ്ടായി. മാസത്തിൽ ഒരിക്കൽ ഇവിടെ ഒരുമിച്ച് കൂടി അതിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ആലോചിച്ചെടുത്ത് ഒരു തരത്തിലും അഭിപ്രായ വ്യത്യാസമില്ലാതെ, ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, പക്ഷേ എടുക്കുന്ന തീരുമാനം ഒരേ മനസ്സോടുകൂടി ഒരു കൂട്ടായ്മയോടുകൂടി ഒന്നിച്ചു നിന്നപ്പോൾ സാധ്യമാകുന്നതാണ് ചെറുതെങ്കിലും അർത്ഥവത്തായ ഇത്തരം പ്രവർത്തനങ്ങൾ എന്നതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഇതുവരെ കേൾക്കാത്ത സൗഹൃദവേദിയെക്കുറിച്ച് പ്രവർത്തനങ്ങൾ അറിയാത്ത ആളുകൾക്ക് ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് പറഞ്ഞു എന്നത് മാത്രമേ ഉള്ളൂ. വരുന്ന ആളുകൾ അതിന് ഫില്ല് ചെയ്യും, അതിന് പൂരിപ്പിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെയൊക്കെ സാന്നിധ്യം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ഇങ്ങനെയുള്ള കൂട്ടായ്മയെ സ്നേഹിക്കുന്നു എന്നതിന് തെളിവാണ് ആലത്തൂരിലെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞ മേഖലകളിലെ പ്രതിനിധികൾ, അതിൻ്റെയൊക്കെ ഭാരവാഹികൾ, അതിൻ്റെയൊക്കെ നേതാക്കൾ ഇവിടെ വന്ന് ഇവിടെ ഇരിക്കുന്നു എന്നത് തന്നെ ശ്രദ്ധേയമാണ്. തീർച്ചയായും നിങ്ങളെ എല്ലാവരെയും ഓരോരുത്തരെയും ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ആദരണീയനായ വാർഡ് മെമ്പർ സതീഷ് സാറാണ്. അദ്ദേഹത്തെ നിങ്ങൾക്കായി ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു.
ഈ പരിപാടിയിൽ റമദാൻ സന്ദേശം നൽകുന്നത് ഇഷാഅത്തുൽ ഇസ്ലാം മസ്ജിദിന്റെ ഖത്തീബായ ഈ അടുത്ത് ചാർജ് ഏറ്റെടുത്ത സൈനുദ്ദീൻ ഫലാഹി മന്ദലാങ്കുന്ന്. അദ്ദേഹത്തെ ആദരപൂർവ്വം നിങ്ങൾക്കായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്ന ഞങ്ങളുടെ ആദരണീയനായ രവികുമാർ സർ, അതുപോലെ തന്നെ ട്രഷറർ ജെയിംസ് സർ, എല്ലാവരെയും ഓരോരുത്തരെയും പേരെടുത്ത് വിളിച്ച് പറയുന്നവരും എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ജനറൽ ബോഡി അംഗങ്ങൾ, വിശ്വസ്തരായ ആളുകൾ, SNDP പ്രതിനിധികൾ, അതുപോലെ തന്നെ സാംസ്കാരിക വേദിയിലുള്ള വ്യാപാര പ്രമുഖരായ ആളുകൾ, കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ക്ലബ്ബുകളുടെ ഭാരവാഹികൾ, അതുപോലെ തന്നെ ഡോക്ടർ പോൾ സർ, അതുപോലെ തന്നെ ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് അസനാർകുട്ടി മാസ്റ്റർ, കുറേ ഇത്തരം ആളുകളുടെ എല്ലാവരുടെയുമുള്ള കൂട്ടായ്മയുടെ ശ്രമമാണ് ഇതിൻ്റെ ഇതുവരെയുള്ള കരുത്ത്. ഇനി അങ്ങോട്ടും അങ്ങനെയായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ ആളുകളെയും ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.